വാർത്തകളിലേക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ നിലപാട് മയപ്പെടുത്തി മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. UDF വേണ്ട എന്ന് തീരുമാനിച്ചാൽ മദ്യം വിൽക്കില്ല. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ തീരുമാനിച്ചാൽ നികുതി ബജറ്റിൽ പ്രഖ്യാപിച്ചതായിരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുക്കും. UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ബക്കാടി കമ്പനിക്കായി വിദേശ മദ്യനയത്തിൽ തിരുത്തൽ വരുത്തിയത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്കായി ആദ്യം അപേക്ഷ സ്വീകരിച്ചത് MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്താണെന്നും VD സതീശൻ പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ് ബർക്കാടി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാടി കമ്പനിയായിട്ട് സംസാരിച്ചത്? അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലും നിലപാട് മയപ്പെടുത്തി VD സതീശൻ. പദ്ധതി നടപ്പാക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. RSSന്റെ വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ വെച്ച വിളക്ക് കൊളുത്തിയത് പ്രതിപക്ഷമെന്നും സതീശൻ വിമർശിച്ചു. PMCയെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. PMCയെ കുറിച്ച് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞു. പക്ഷേ ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ പ്രസാദ് പറഞ്ഞപ്പോൾ പറഞ്ഞു RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെച്ചു നിങ്ങളെന്ന്. സാർ, RSSന്റെ വിഷസർപ്പങ്ങളുടെ മുന്നിൽ വച്ച വിളക്ക് കൊളുത്തിയ സർക്കാരാണ് നിങ്ങൾ. അത് കൊളുത്തിയതാണ്. നിങ്ങൾ ഒപ്പുവെച്ചു. അതെന്തിനാ? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? ഇപ്പോഴും കേരളത്തിൽ PMC നടപ്പായിട്ടില്ല. ആ PMC നടപ്പാകാതിരിക്കുന്നത് ഈ പറഞ്ഞ മരവിപ്പിക്കൽ കാരണമാണ്. എന്തിനാണ് നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒപ്പുവെച്ചത്? അല്ലല്ല, ഞങ്ങൾ നയപരമായി തീരുമാനിച്ചത് നടപ്പാക്കേണ്ടതില്ല എന്ന്. ആ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം നടപ്പായില്ല. ഇപ്പോൾ നടപ്പാകാതിരിക്കുകയാണ്. ഇപ്പം നടപ്പാകാതിരിക്കുന്നത് എന്തിനാണ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി, അല്ല, ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. 1. 2, മരവിപ്പിച്ചു എന്നാ പറഞ്ഞ, മരവിപ്പിക്കാൻ പ്രൊവിഷൻ ഇല്ല. 2. 3, 7 മാസമായിട്ട് 8 മാസമായിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് ഇത് കേരളം നടപ്പിലാക്കില്ല എന്നൊരു കത്ത് കൊടുത്തോ? ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന് ശേഷം എന്തിനാണ് ഒപ്പുവെച്ചതെന്നാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് 1500 കോടിയിലധികം രൂപയായിരുന്നു. ഇവിടെ കാണേണ്ടത് NEPയുടെ ഭാഗമായിട്ടുള്ള ആ പൊതുവിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. ആ നയം നടപ്പാക്കാൻ തയ്യാറല്ല. ഇവിടെ PMCയുടെ ഭാഗമായിട്ടൊന്നും നടപ്പാക്കാനുമില്ല. പക്ഷേ മറ്റേ ഫണ്ട് നമുക്ക് കിട്ടണമായിരുന്നു. പക്ഷേ ആ ശ്രമം ശരിയല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി അത് മരവിപ്പിച്ചു. ഇപ്പോൾ അതിവിടെ നടപ്പാകുന്നില്ല. 8 മാസമായി നടപ്പായിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അല്ലല്ല, മുഖ്യമന്ത്രി, 2 ചോദ്യത്തിനും മറുപടിയില്ല. അതായത് എന്തിനു ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചു. അപ്പോൾ
ആ നടപടിക്രമങ്ങളെല്ലാം ഇതിലൊരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനത്തെ, പ്രത്യയശാസ്ത്രപരമായ നയപരമായ തീരുമാനത്തെ, RSS വിഷസർപ്പമാണ് എന്ന് പറഞ്ഞ തീരുമാനത്തെ മുമ്പിൽ കീഴടങ്ങി ഒപ്പുവെച്ചു. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ഒരു പ്രഖ്യാപനം ബജറ്റിൽ എവിടെയുമില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൺസോർഷ്യമാണ് പദ്ധതി നടപ്പാക്കുന്നത്. സർ, ഈ ബജറ്റിൽ എവിടെയാണ് സാർ കരിമണൽ സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? സാർ, സദേൺ എക്കണോമിക് കോറിഡോറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായൊരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്തെത്തിക്കുമെന്ന്. എവിടെയെങ്കിലും ഞങ്ങള് പ്രൈവറ്റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്തതാണ് കഥകൾ. കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഘടകകക്ഷികളിൽ നിന്ന് ഉൾപ്പെടെ പ്രതിഷേധമുയരുന്ന സാഹചര്യമാണ്. VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ മദ്യനയത്തിനെതിരെ രംഗത്ത് വരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ നിലപാടിൽ മയപ്പെടുത്തൽ വരുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ PM ശ്രീ വിഷയത്തിലും ഈ നിലപാട് മയപ്പെടുത്തൽ കാണാൻ സാധിച്ചോ ഇന്ന് സഭയിൽ? ലിനിഷ, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രഖ്യാപനങ്ങൾ, ഒന്ന് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. രണ്ടാമത്തേത് ബജറ്റിലെ പ്രഖ്യാപനമായി വന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം. ഇത് ആ ഘട്ടത്തിൽ പറഞ്ഞ അത്ര ഉറപ്പിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നത് സംബന്ധിച്ച് UDF-ൽ ചർച്ച നടത്തിയാണ് തീരുമാനമെടുക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുൻപ് ആ തീരുമാനവുമായി മുന്നോട്ട് പോകും എന്നതിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ട വിഷയമാണ് മദ്യവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് UDF-നകത്ത് ചർച്ച ചെയ്തായിരിക്കും തീരുമാനം എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. UDF യോഗത്തിനകത്ത് ഈ തരത്തിൽ തീരുമാനവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് എന്ന പ്രഖ്യാപനം പിൻവലിക്കും. രണ്ടാമത്തേതാണ് തീരുമാനം, അതായത് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാം എന്നാണ് UDF യോഗത്തിൽ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഘടന അനുസരിച്ചുള്ള നികുതി ഇളവായിരിക്കും വീര്യം കുറഞ്ഞ മദ്യത്തിന് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുൻപ് പറഞ്ഞതിൽ നിന്ന് ഈ സമ്മർദ്ദങ്ങളൊക്കെ ഈ ഒരു പിന്നോട്ട് പോക്കിന് കാരണമായിട്ടുണ്ട്. അതിൽ UDF-നകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള VM സുധീർ വിമർശനവുമായി മറ്റ് സാമുദായിക സംഘടനകൾ വിമർശിച്ചു. മറ്റ് ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും ഈ തീരുമാനത്തോട് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു ചർച്ച അനിവാര്യമാണ് എന്ന തോന്നലിലേക്ക് മുഖ്യമന്ത്രിയെ എത്തിച്ചത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മദ്യനയം സംബന്ധിച്ച് ഒരു ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത് PM ശ്രീ പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നുള്ളതായിരുന്നു നിയമസഭയിലും അതിനുശേഷം നിയമസഭാ മീഡിയ റൂമിലും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നത്. ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല MOU പ്രകാരം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായം. എന്നാൽ ഇന്ന് അദ്ദേഹം എടുക്കുന്ന നിലപാട് അതല്ല. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. അതിനും ഈ വിവാദങ്ങളും വിമർശനങ്ങളും കാരണമായിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്, UDF-ന്റെ ഘടകകക്ഷികൾക്ക് തന്നെ വലിയ എതിർപ്പ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൽ ഉണ്ട്. ആ ഒരു എതിർപ്പ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് അക്കാര്യത്തിലും ഒരു പിന്നോട്ട് പോക്ക് ഉള്ളത്. ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകും പൂർണ്ണമായും എന്നല്ല പ്രഖ്യാപനമെങ്കിൽ കൂടിയും ഒരു വിശദമായിട്ടുള്ള പഠനം അക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുള്ളത്. ശരി, എന്തായാലും നിലപാടുകൾ മയപ്പെടുത്തി സർക്കാർ. വിശദാംശങ്ങളാണ് അർജുൻ രാജ് നൽകിയത്.